ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാല, അമൃത, സുരേഷ് ആൻഡ് അവരുടെ മകളായിട്ടുള്ള പപ്പു, ആ ഒരു വിഷയം നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ഓൾറെഡി 1-2 വീഡിയോ അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അമൃതയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്ത് നോക്കിയ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു സാധനം കണ്ടേ. ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആ ഒരു പോസ്റ്റ്. നമ്മുടെ സായി കൃഷ്ണ ഈ അമൃതയുടെ ഈ ഒരു സബ്ജക്റ്റിനെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ എതിർത്തുകൊണ്ട് ഗോപ്രോ മച്ചാൻ ഇതുപോലൊരു വീഡിയോ ചെയ്തു. എന്നിട്ട് ആ ഒരു വീഡിയോ ഈ അമൃത ഫേസ്ബുക്കിലോട്ട് ഷെയർ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. പോസ്റ്റ് ഞാൻ വായിക്കാം. താങ്ക് യു സോ മച്ച് ബ്രദർ, ദിസ് മീൻസ് എ ലോട്ട്. ആരുടെ അടുത്താണ്? ഗോപ്രോ മച്ചാൻ്റെ അടുത്താണ്. ആൻഡ് ഡിയർ സായി, എന്തിനാണോ ഇങ്ങനെ ഞങ്ങളെ ഉപദ്രവിക്കുന്നത്? ആർക്ക് വേണ്ടി? കഷ്ടം. ഇനിയും പ്രതീക്ഷിക്കുന്നു ഡിപ്ലോമാറ്റിക് ബേസ്ഡ് വീഡിയോസ് ഫ്രം യുവർ എൻഡ്. സോ സായി എടുത്ത് പറഞ്ഞേക്കാണ് എന്തിനാണോ അവരിങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന്. സായി ചെയ്ത വീഡിയോ ഞാൻ കണ്ടില്ല. 1 മണിക്കൂർ ഉണ്ടായതിൻ്റെ പേര് എനിക്കത് തുറന്ന് നോക്കാൻ തോന്നിയില്ല. ഈ ഒരു സാധനം കണ്ടപ്പം എനിക്കൊന്ന് ആ വീഡിയോ ഒന്ന് കാണണം തോന്നി. ഞാൻ ആ വീഡിയോ ഒന്ന് കണ്ട്. സിനിമ കാണാൻ പോകുന്നതിനോട്ട് പോപ്കോണൊക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോ കാണാൻ ഇരുന്നത്. ഒന്നാമതേ പുള്ളിയുടെ 10 മിനിറ്റുള്ള വീഡിയോ ഒരു യുഗം പോലൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 2x കണ്ടാൽ തന്നെ 0.5x കാണുന്ന ഒരു ഫീലാണ്. അങ്ങനെ ഞാൻ ആ ഒരു വീഡിയോ എങ്ങനെയൊക്കെയോ കണ്ട് തീർത്തു ഗൈസ്. സോ ഇതിനകത്ത് പുള്ളി ബേസിക്കലി ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ, അമൃതയെ കുറ്റം മാത്രമേ പറയുന്നുള്ളൂ. അതും ഡിപ്ലോമാറ്റിക് ആയിട്ട് കുറ്റം പറിച്ചു. സായിയോട് എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഇട്ടിട്ട് മൂലക്കേറിയിരുന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മുടെ മലയാളി സമൂഹത്തെ കാണിച്ചു തന്നത് സായിയാണ്. സായിൽ നിന്ന് ഇൻസ്പയർ ഒക്കെ ആയിട്ടാണ് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യാനൊക്കെ ഇറങ്ങിയത്. സോ ആ ഒരു കാര്യത്തിൽ സായിയോട് എനിക്ക് ഭയങ്കര ബഹുമാനമുണ്ട്. പുള്ളിയുടെ ഒപ്പീനിയൻ ആണ് പറഞ്ഞത്, പക്ഷെ അത് ഒപ്പീനിയൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ആരെയോ വെളുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ ഒരു ഫീൽ അടിച്ചു. എന്തായാലും സായി ചെയ്ത ആ ഒരു വീഡിയോന്റെ 1-2 ഭാഗങ്ങൾ ഞാനൊന്ന് വെക്കാം. അവിടെ അച്ഛന് വേണ്ടിയിട്ട് ജയ് വിളിക്കും. നേരെ അവിടുന്ന് ഇപ്പുറത്ത് വരും. ഈ കുട്ടീൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് അങ്ങോട്ട് തുടങ്ങും, നീ കള്ളിയല്ലടി, നീ മറ്റതല്ലടി, നിന്റെ അമ്മ പറഞ്ഞ് പഠിപ്പിച്ചതല്ലേ, നിന്റെ അമ്മ ഗോപി സുന്ദറിനൊപ്പം പോയപ്പോൾ നീ എവിടെയായിരുന്നു? ഈ കുട്ടിയുടെ കമന്റ് ബോക്സ്, ഈ കുട്ടി 12 വയസ്സുള്ള കുട്ടിയാണെന്നുള്ളൊരു. സോ സായിക്ക് ആ ഒരു കുട്ടി, ആ ഒരു പപ്പു എന്ന് പറയുന്ന കുട്ടിയുടെ കാര്യത്തിൽ ഭയങ്കര ഒരു കെയറിങ് ഉണ്ട്. കാര്യം അതിന് ചീത്തുവിളിയൊക്കെ കിട്ടുന്നതിനെ പറ്റി ഭയങ്കര ഒരു കെയറിങ് സായിക്കുണ്ട്. അത് തന്നെയാണ് ത്രൂ ഔട്ട് ഈ വീഡിയോക്കകത്ത് മൊത്തം സായി പറയുന്നത്. അവിടുന്ന് ഒരു ബാലൻസിങ് അച്ഛന്റെ വക, ഇപ്പുറത്തുനിന്ന് ഒരു ബാലൻസിങ് അമ്മേന്റെ വക. ഈ 2 പേരും കൂടിയാണ് ഞാൻ പറയുമ്പോൾ ഈ പാപ്പുവിനെ സോഷ്യൽ മീഡിയക്കകത്ത് ഇങ്ങനെ വലിച്ചു കീറാൻ സാഹചര്യം ഒരുക്കി കൊടുക്കും. ഈ പാപ്പുവിന്റെ കാര്യത്തിൽ സായിക്ക് ഭയങ്കര ഒരു കൺസേൺ ഉണ്ട് ഗൈസ്. അത് നല്ല കാര്യം. നല്ല ഒരു ബന്ധം, അതായത് ഭയങ്കര ടോക്സിക് റിലേഷൻ ആയിരുന്നു 2 പേരും. ഭയങ്കരമായിട്ട് അതിലൊരു കുട്ടി ജനിച്ചിട്ട് ആ കുട്ടി ഇതൊക്കെ കാണുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര അൺഫോർച്ചുനേറ്റ്. അങ്ങനെ ഒരു ട്രോമ ഉള്ള ഒരു കുട്ടി, ആ കുട്ടിയെ നിങ്ങൾ വീണ്ടും സോഷ്യൽ മീഡിയ ഓഡിറ്റിംഗ് ഇട്ട് കൊടുക്കുന്ന രീതിയിൽ അച്ഛനൊരു സൈഡിൽ നിന്ന് കുറച്ച് കാലമായിട്ട് പാപ്പു 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 എന്ന് പറയുന്നു. ഓക്കെ, ഈ 1 മണിക്കൂറും പുള്ളി ഇത് തന്നെയാണ് പറയുന്നത്. 2 പേരും കൂടെ കുട്ടിയെ സോഷ്യൽ മീഡിയയിലോട്ട് ഇട്ട് കൊടുക്കും. ഒറ്റ ബാക്കി പറഞ്ഞ പുള്ളി 1 മണിക്കൂർ ഇത് തന്നെ മാറി തിരിഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ റബ്ബർ ബാൻഡ് പോലെ വലിച്ച് വീഡിയോ ചെയ്യാൻ വല്ലാത്തൊരു കഴിവ് വേണം കേട്ടോ. സീരിയസ്ലി നമുക്കതില്ല. അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു സായി. ബട്ട് സായിയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. ഇത് എന്റെ മാത്രം ഒപ്പീനിയൻ ആണോ അപ്പോഴാണ് എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. അതുകൊണ്ടായിരിക്കണം അമൃത ആ പോസ്റ്റ് എടുത്ത് പുള്ളിക്കാരത്തിന്റെ FB ഷെയർ ചെയ്തത്. പിന്നെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ താങ്കൾക്ക് തന്നെ മനസ്സിലാവും. സോ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഈ ഒരു ഒപ്പീനിയൻ തന്നെയാണ് പറയുന്നത്. പിന്നെ ബാലയുടെ അനിയത്തി അഭിരാമി 1-2 യൂട്യൂബേഴ്സിനെതിരെ, 1-2 അല്ല, ഒരു യൂട്യൂബറിനെതിരെ, വിജിരാജ് എന്ന് പറയുന്ന പുള്ളിക്കാരനെതിരെ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വിജയരാജ് വന്നിട്ട് ഗോപി സുന്ദറിനെയും അതുപോലെ തന്നെ അഭിരാമിയും ചേർത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. 60 വയസ്സുള്ള അമ്മയെ പറ്റിയൊക്കെ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അക്കൗണ്ടിൽ നിന്ന്, അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അവനെതിരെയും ഈ പറയുന്ന അഭിരാമി കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ട്. കമന്റ് ഇങ്ങനെയാണ്: ഒരാൾ പാവമായാൽ എല്ലാവരും മുതലെടുക്കും. തൻ്റെ കേസിലും അതാണ് സംഭവിക്കുന്നത്. വിഷം ഒരു തുള്ളി മതി. അതാണ് നിങ്ങളുടെ വീട്ടിലെ അഭിരാമിയെ പറ്റിയാണ് കമന്റ്. അഭിരാമിയുടെ കാമകൃഷിക്ക് വിത്ത് പാകാൻ മാത്രമുള്ള വിളനിലമാണ് അമൃത. സോ ഇങ്ങനെയാണ് ആ കമന്റ്. മൊത്തം വായിക്കാൻ എനിക്ക് താല്പര്യമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റ് ആയിട്ട് വായിച്ചു. സോ ഇവനെതിരെയും പുള്ളിക്കാരത്തെ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യം, അടിപൊളി. വെറുതെ ഓരോന്നങ്ങ് പടച്ചു വിടുകയാണ്. ഇങ്ങനെ ഓരോന്ന് പടച്ചു വിടുന്ന സമയത്ത് എന്ത് മനോസുഖമാണ് ഇവനൊക്കെ കിട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഇവന്റെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറ്റിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിൽ ഇവനൊക്കെ നോക്കിയിരിക്കുമോ? സോ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ബാല ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഇവർക്ക് നേരെ ഉന്നയിക്കുമ്പോൾ ഇവരുടെ പ്രൊഫഷണൽ ലൈഫിനെയും പേഴ്സണൽ ലൈഫിനെയും അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ പിന്നെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടാവും. ഇവർക്കൊരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ സഫർ ചെയ്യുന്നത് ബാലയുടെ മകള് കൂടിയാണ്. അതാദ്യം ബാല മനസ്സിലാക്കണം. കാരണം ബാല തന്നെ ആ ഒരു എഗ്രിമെന്റിനകത്ത് പറയുന്നുണ്ട്, ബാല നയാ പൈസ ഇവർക്ക് കൊടുക്കില്ല എന്ന്. സോ ബാല ഒരു നല്ല അച്ഛനാണെങ്കിൽ ഇനി വീഡിയോ ആയിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി പുള്ളിക്കാരൻ എവിടെങ്കിലും ഇന്റർവ്യൂവിൽ കയറി ഇതുപോലെ എന്തെങ്കിലും വർത്താനം പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനെ പ്രതികരിച്ചൊരു വീഡിയോ ആയിട്ട് വരുവാണെങ്കിൽ അങ്ങേരെ ഒരു നല്ല തന്തയല്ലെന്ന് എനിക്ക് പറയാൻ പറ്റും. ഉള്ള കാര്യം പറയാം. എന്താണ് ഗൈസ് ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ശരിയെങ്കിൽ